കൊച്ചിയിൽ പെർഫോം ചെയ്ത സമയത്ത് ഏലൂർ ബിജു സാറിൻ്റെ കൂടെ പെർഫോം ചെയ്യുകയുണ്ടായി. അപ്പോൾ അതേപോലെ തന്നെ അന്ന് ഒരു സെലിബ്രിറ്റി ഉണ്ടായിരുന്നു, അനുശ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ബിജു സാറിൻ്റെ കൂടെ പെർഫോം ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? ശരി, ബിജുവിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ആദ്യം പെർഫോം ചെയ്യുന്നത് ദുബായിലാണ്. അപ്പം അദ്ദേഹം അവിടെ വന്നപ്പോൾ ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ ഒരുമിച്ച് പാടാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇത് ബന്ധം തുടങ്ങുന്നത് ഭയങ്കര രസകരമായിട്ടായിരുന്നു ഏലൂർ ബിജുവിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ബിജുവിൻ്റെ ചന്ദ്രശേഖര എന്നുള്ള പാട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത സമയത്ത് ആദ്യം കോപ്പറേറ്റ് അടിച്ചു. അപ്പം ഫസ്റ്റ് കോപ്പറേറ്റ് അടിച്ചപ്പോഴത്തേനും അപ്പോൾ ബിജുവിൻ്റെ നമ്പർ ഇങ്ങനെ കിട്ടി. അദ്ദേഹത്തെ ഞാൻ കോൺടാക്ട് ചെയ്തതിനും ബിജുവിനും പറയാം എന്താണെന്ന് അറിയത്തില്ല, രാവിലെ തൊട്ട് എല്ലാവരും വിളിച്ച് എന്നെ ചീത്ത പറയാം, അത് കോപ്പിറൈറ്റ് അടിക്കുന്നത്. അത് പുള്ളി ആരെയും ഏൽപ്പിച്ചു. അപ്പോൾ പുള്ളിയുടെ പാട്ടുകൾ എല്ലാവരും കോപ്പിറൈറ്റ് അടിക്കുന്നു. പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ പാട്ടുകൾ എല്ലാവരും പാടണം, അതാണ് എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്ക് തന്നെ വിഷമമായി അത് കോപ്പിറൈറ്റ് അടിച്ചെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പുള്ളി അത് റിമൂവ് ചെയ്തു, കോപ്പിറൈറ്റ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ ഞങ്ങൾ പാടാറുണ്ട്. ദുബായിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു കോംബോ 2-3 സെഷൻസ് ഞങ്ങളുടെ ഹോം സെഷൻസ് ആയിട്ടുള്ള നമ്മൾ ഹോം റെക്കോർഡിംഗ് സെഷൻ്റെ അകത്ത് പാട്ടുകൾ ചെയ്തു. ആ ബന്ധം വളർന്ന് കൊച്ചിയിൽ ഞങ്ങൾ ബിജുവിനോട് ചോദിച്ചു, ബിജുവിനെ ഞങ്ങൾ കൊച്ചി വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ബോംബെയിൽ ട്രാവൽ ചെയ്തിട്ട് അന്ന് വൈകിട്ട് വന്നിട്ടേ ഉള്ളൂ. എയർപോർട്ടിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് സ്ട്രെയിറ്റ് ഞങ്ങൾക്കായിട്ട് സർപ്രൈസ് ആയിട്ട് പുള്ളി വന്ന അവിടെ. അപ്പോൾ അതൊരു ഭയങ്കര മൊമെൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാൻ തുടങ്ങുന്നു. ചെമ്പട്ടി ചെമ്പട്ടി എന്നുള്ള പാട്ട് അദ്ദേഹത്തിന് ഏറ്റവും ഫേമസ് ആക്കിയ പാട്ടാണ്. ആ പാട്ട് ഞങ്ങൾ കണക്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്ത പാട്ടാണ്. അത് എല്ലാവരും പഠിച്ചിട്ട് വന്ന് പാടാൻ വേണ്ടിയിട്ടുള്ള പാട്ടാണ്. അത് കറക്റ്റ് സമയത്ത് ആ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ വിചേട്ടൻ വന്നു. വിചേട്ടൻ തന്നെ പാടി എല്ലാവർക്കും കൊടുത്തു. ഈ അനുശ്രീ വരും എന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നോ? നിങ്ങൾ കണക്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? അത് ഇതുപോലെ ഒരു പ്രോഗ്രാം ശ്രീലാലൊക്കെ പോയി ചെയ്താണ് അവിടെ. ഞങ്ങൾ അവരുടെ നാട്ടിൽ തന്നെ പാലക്കാട് കൊല്ലത്ത് അവിടെ പ്രോഗ്രാം ചെയ്തു അമ്പലത്തിൽ. അപ്പോൾ അന്ന് അനുശ്രീ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് ഒക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അതിന് മുന്നേ നമ്മുടെ പാട്ടുകൾ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഭയങ്കര ആഗ്രഹമായിരുന്നു വരാനായിട്ട്. എല്ലാ കണക്റ്റിനും വരാൻ തുടങ്ങി. ഒരു സെലിബ്രിറ്റി വന്നിരിക്കും, ക്യാമറ അവിടെ തന്നെ ഇങ്ങനെ കുറച്ച് നേരം ഫോക്കസ് ചെയ്യുമല്ലോ. അപ്പൊ അവരുടെ ഇമോഷൻ നമുക്ക് കറക്റ്റ് കിട്ടും. അതെ, ഭയങ്കര ഇൻവോൾവ് ആണ്. ഈ സെലിബ്രിറ്റീസ് വരുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്റ്റേണൽ പ്രഷറുകളൊക്കെ ഉണ്ടാവാറുണ്ടോ വന്നിരിക്കുന്ന സമയത്ത്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഞങ്ങൾ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മൾ ടീം ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനേ ഇല്ല. അതൊരു ഭയങ്കര നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിപിൻ പ്രോ അല്ലേ, നമ്മളിത് കുറച്ച് ഇന്നലത്തെ പ്രോഗ്രാമിൽ കുറച്ച് പുതിയ പാട്ടുകളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾക്കിനൊരു ഈ പുതിയ പാട്ടുകൾ പാടുമ്പോഴത്തേനും ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ കോൺഫിഡൻസ് ഒക്കെ ഒരു കുറവുണ്ടാവും. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നമ്മുടെ ടീമല്ലേ, ആ ടീം എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. കെമിസ്ട്രി കറക്റ്റായിട്ട് വർക്ക് ആവുന്നതുകൊണ്ടാണ്. ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാത്ത പാട്ടുകൾ പോലും ചിലപ്പോൾ സ്റ്റേജിൽ കറക്റ്റായിട്ട് അത് ബ്ലെൻഡ് ആകും. അതൊരു ഭാഗ്യമാണ്. ഈ പാടുന്നതിന് മുമ്പുള്ള ഒരു ബാക്ക് സ്റ്റേജ് പ്രിപ്പറേഷൻ എന്താ ശരിക്കും നിങ്ങളുടെ? തൊട്ട് മുമ്പാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ സമയം കിട്ടാറില്ല. 7 മണിക്കാണെങ്കിൽ 6:59 സമയത്താണ് ചെയ്യാറ്. അല്ല, ഞാൻ കാര്യം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവർക്കും കൈ കൊടുക്കുന്നതാണ്. അപ്പൊ എനിക്കത് ഫീൽ ചെയ്യുന്ന ഒരു എനർജി കൊടുക്കുന്നതായിട്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പർപ്പസ്ഫുള്ളി ഞങ്ങൾ പണ്ട് തൊട്ടേ ഞങ്ങൾ അങ്ങനെ ചെയ്യും. സ്റ്റേജിൽ കയറുമ്പോഴത്തേനും അത് പണിക്കരേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് പണിക്കരേട്ടന് ആദ്യം കൈ കൊടുത്ത് അതിനുശേഷം ഞങ്ങൾ പ്രവീണും ശ്രീലാൽ ഞങ്ങൾ എല്ലാവരും അത് ഫീലായി ഞങ്ങളുടെ. അപ്പം ആ ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ അതിപ്പം നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം ആണെങ്കിലും ഇന്നിപ്പോൾ ഇവിടെ വന്നേക്കുന്ന സെഷൻ ആണെങ്കിലും നമുക്ക് ആ എനർജി പാസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കുറവ് പോലെ ഫീൽ ചെയ്യും. ഇപ്പോൾ അനുശ്രീ വന്ന ഇവന്റിലേ നിങ്ങൾ സിയാപതി എന്ന് പറയുന്ന പാട്ട് പാടിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഓഡിയൻസും റിയാക്ട് ചെയ്യുന്നു, അവർ ജയ് വിളിക്കുന്നു, ഭയങ്കര കാണുന്ന. അപ്പൊ ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, യൂട്യൂബിലാണ് കണ്ടത്. യൂട്യൂബിൽ കണ്ട എനിക്ക് വരെ ഭയങ്കര ഫീലായി. അപ്പൊ നമുക്ക് അതൊരു 2 വരി ഓഡിയൻസ് എനർജി നമ്മളാണ് ഓഡിയൻസ്, നമ്മുടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. पति रामचंद्र की राधापति कृष्ण चंद्र की गौरीपति चंद्रचूड़ की पवन सुत हनुमान की तपोवन ज्ञानानंद की तपोवन ज्ञानानंद की तपोवन ज्ञानानंद की सियापति रामचंद्र की राधापति कृष्ण चंद्र की गौरीपति चंद्रचूड़ की पवन सुत हनुमान की तपोवन ज्ञानानंद की तपोवन ज्ञानानंद की तपोवन ज्ञानानंद की भाव भक्ति का भूखा सोई जो कुछ नहीं पावे, भाव भक्ति का भूखा सोई जो कुछ नहीं पावे, भक्त भूल गए राम दीवाने निज पद मांगो देवे, भक्त भूल गए राम दीवाने निज पद मांगो देवे। सियापति रामचंद्र
याद कौन आचार्य किया था ध्रुव की उम्र तोड़ी, याद कौन आचार्य किया था ध्रुव की उम्र तोड़ी। कहा गजेंद्र पढ़ा था विद्या व्याधु विदुर की कड़वी, कहा गजेंद्र पढ़ा था विद्या व्याधु विदुर की कड़वी। सीतापति रामचंद्र की, राधापति कृष्णचंद्र की, रोहिपति चंद्रचूड़ की, पवन सुत हनुमान की, तपोवन आनंद की, तपोवन आनंद की। कहत कबीर ओ कबीरा कहते, कहत कबीर सुनो भाई, सुनो 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 अभी सुनो। कहत कबीर सुनो भाई साधो प्रेम मिलत भाई भक्ति, कहत कबीर सुनो भाई साधो प्रेम मिलत भाई भक्ति। जंतर मंतर लटपट से नहीं, जंतर मंतर लटपट से नहीं, राम भजन से मुक्ति। जंतर मंतर लटपट से नहीं, राम भजन से मुक्ति। सियापति रामचंद्र की, राधापति कृष्णचंद्र की, गौरीपति चंद्रचूड़ की, पवन सुत हनुमान की, पवन सुत हनुमान की, तपोवन ज्ञानानंद की, तपोवन ज्ञानानंद की, तपोवन ज्ञानानंद की। राजा राम राजा राम, 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 राजा राम राजा राम। सीताराम 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 सीताराम, सीताराम 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 सीताराम, राजा राम सीताराम सीताराम राजा राम, राजा राम सीताराम सीताराम राजा राम। बोल राजा राम राजा राम, राजा राम राजा राम, राजा राम राजा राम, राजा राम राजा राम। बोल राजा राम राजा राम, राजा राम राजा राम, राजा राम राजा राम, राजा राम राजा राम। बोल राजा राम राजा राम, राजा राम राजा राम। बोल राजा राम राजा राम, 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 राजा राम। സാറേ ഓഡിയൻസ് ഇല്ലല്ലോ, ഓക്കെ അല്ലേ?